വളരെ സോ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യേണ്ടിയിരുന്നത് സ്റ്റെപ്സ് ഓഫ് റീസെർച്ച് ആണ്. പക്ഷെ നല്ല എക്സ്റ്റെൻസീവ് ആയ ഒരു ടോപ്പിക് ആണ്. കുറച്ചും കൂടെ ടൈം ആവശ്യമുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ അടുപ്പിച്ച് സെഷൻ ഉള്ളതുകൊണ്ട് അടുത്ത ടോപ്പിക് നമ്മൾ എടുക്കുകയാണ്. സോ തീസിസ് ആൻഡ് ആർട്ടിക്കൽ റൈറ്റിംഗ്, പിന്നെ അതിന്റെ കൂടെ തന്നെ സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ് എന്നൊക്കെ പറഞ്ഞ് ഇത് കൂട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറേയും കൂടെ ഈസിയർ ടോപ്പിക്സിൽ ഒന്നാണ്. അപ്പൊ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് ഭയങ്കര ആപ്ലിക്കേഷൻ ബേസ്ഡ് ഒന്നല്ല, തിയറി ബേസ്ഡ് തന്നെയാണ്. എന്താണോ ഉള്ളത് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഇപ്പോ ഞാനിപ്പോ എന്റെ ബുക്കിൽ ഇപ്പോ 2015 തൊട്ട് 2019 വരെയുള്ള എല്ലാ ബുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി. അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് മേ ബി 5-6 ക്വസ്റ്റ്യൻസ് മാക്സിമം ആണ്. അപ്പൊ അത്രയും പേപ്പേഴ്സിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. സോ കുറച്ച് ഇന്റൻസ് ലൈക്ക് അധികം ക്വസ്റ്റ്യൻസ് വരാത്ത ഒരു ഇതാണ്. പക്ഷെ വന്നാൽ ഭയങ്കര ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് വെറുതെ വിട്ട് കളയാണ്ട പെട്ടെന്ന് കിട്ടുന്ന ഒരു സെഷനാണ്. അപ്പോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് തീസിസ് റൈറ്റിംഗ്, ആർട്ടിക്കൽ റൈറ്റിംഗ്, ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്. അപ്പൊ തീസിസ് റൈറ്റിംഗ് എന്താണ്? അപ്പൊ തീസിസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോ ഒരു അക്കാഡമിക് ഡിഗ്രി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എഴുതുന്ന ഒരു സാധനമാണ് തീസിസ്. യൂഷ്വലി തീസിസും ഡെസർട്ടേഷനും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ ഈ ഒരു പർപ്പസിന് വേണ്ടി അതിന് വലിയ ഡിഫറൻസ് ആയിട്ട് പറയുന്നില്ല. അപ്പോ ഇതിൽ പറയുന്നത് തീസിസ് റിസർച്ച് പേപ്പറിനേക്കാളും ലോങ്ങർ ആണ്. അപ്പൊ കുറച്ച് സമയം എടുത്ത്, കുറച്ച് വർഷങ്ങളെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ യൂഷ്വലി മാസ്റ്റേഴ്സ് ഡിഗ്രി തീർക്കാനോ എംഫിൽ തീർക്കാനോ PhD തീർക്കാനോ ഒക്കെ നമ്മൾ അവസാനം തീസിസോ ഡെസർട്ടേഷനോ വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ആ ഡോക്യുമെന്റ്. അപ്പൊ എക്സ്റ്റെൻസീവ് അക്കാഡമിക് റീസെർച്ചും ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് റിസർച്ചർ കാണിക്കുന്ന ഒരു വഴിയാണ് തീസിസ്. അപ്പോ ഒറിജിനാലിറ്റി ഉണ്ടാവണം. അതാണ് ഒരു തീസിസിന്റെ മെയിൻ ഇത്. അതായത് നമ്മളായിട്ട് ഈ ഫീൽഡിലേക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണം പുതിയതായിട്ട്. അത് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ കേപ്പബിലിറ്റിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അണ്ടർടേക്ക് ചെയ്യാൻ ഒരു റിസർച്ചറിന് പറ്റുള്ളൂ. അപ്പൊ അപ്പൊ തീസിസ് ഒരു അക്കാഡമിക് ഡിഗ്രി റിലേറ്റഡ് ആണ്. ആർട്ടിക്കിൾ, ഇനിയിപ്പോ നമ്മൾ ആർട്ടിക്കിൾ റൈറ്റിംഗിനെ കുറിച്ച് അത് പബ്ലിക്കേഷൻ ഉള്ളതാണ്. പബ്ലിക്കേഷന് വേണ്ടിയാണ് യൂഷ്വലി നമ്മൾ ആർട്ടിക്കിൾസ് എഴുതുന്നത്. ഫോർ പബ്ലിക്കേഷൻ പർപ്പസസ് തീസിസിന്റെ ബേസിസിൽ നമ്മൾ ആർട്ടിക്കിൾസ് എഴുതും. നമ്മുടെ തീസിസ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ആർട്ടിക്കിൾസ് എഴുതും. സോ അതാണ് പ്രൊലോങ് സിസ്റ്റമാറ്റിക് റിസർച്ച് ചെയ്യുന്നതാണ് തീസിസ് റൈറ്റിംഗ്. ഫോർമാറ്റ് ഓഫ് ദ തീസിസ്. ഫോർമാറ്റ് ഓഫ് ദ തീസിസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത് ഓർഡറിലാണ് തീസിസ് വരുന്നത് എന്നുള്ളത്. തീസിസിന്റെ ഫോർമാറ്റ് എന്താ, സ്ട്രക്ചർ എന്താന്നുള്ളത്. അപ്പൊ ടൈറ്റിൽ പേജ്, സർട്ടിഫിക്കറ്റ് ഓർ ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ പൊതുവെ ചെയ്യാറ് ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് ഓർ ഡിക്ലെയർ ദാറ്റ് ദിസ് ഇസ് ഇൻ ഫുൾഫിൽമെന്റ് ഓഫ് മൈ മാസ്റ്റേഴ്സ് ഡെസർട്ടേഷൻ ഓർ PhD ഡെസർട്ടേഷൻ, PhD പ്രോഗ്രാം ഓർ ഫോർ മൈ MPhil പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞൊരു ഡിക്ലറേഷൻ ആണ്. ബേസിക്കലി ഞാനത് കോപ്പി ചെയ്തതല്ല, ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്. എല്ലാം സർട്ടിഫിക്കറ്റോ ഡിക്ലറേഷനോ ആണ് അത് വരുന്നത്. അക്നോളജ്മെന്റ്, നമ്മുടെ തീസിസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും അക്നോളജ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന രീതിയിലാണ് അക്നോളജ്മെന്റ്. അബ്സ്ട്രാക്ട്, നമ്മുടെ ഫുൾ തീസിസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അബ്സ്ട്രാക്ട് എഴുതുന്നത്. അബ്സ്ട്രാക്ട് ഒരു കുഞ്ഞു പാരഗ്രാഫാണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇപ്പൊ വരുന്ന ചാപ്റ്റേഴ്സിൽ വരുന്ന എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലൂഡിങ് റിസൾട്ട്സ് ഒരു ഷോർട്ടൻ ഫോമിൽ അബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ടേബിൾ ഓഫ് കണ്ടന്റ്സ് എല്ലാം പ്രോപ്പർലി ഇൻഡെക്സ് ചെയ്യുക വിത്ത് പേജ് നമ്പേഴ്സ്. പിന്നെ ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസർച്ച് മെത്തഡോളജി, ഡാറ്റ അനലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, സമ്മറി, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, പിന്നെ ബിബ്ലിയോഗ്രഫി ഓർ റെഫറൻസസ്, പിന്നെ അപ്പൻഡൈസസ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്റേഴ്സ് നോക്കാം. പക്ഷെ ഈ ഓർഡർ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങളൊക്കെ മാസ്റ്റേഴ്സിന് ഇത് ഓൾറെഡി ഇപ്പൊ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരു ജനറൽ ഐഡിയ ഈ സ്ട്രക്ചറിനെ പറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. കാരണം നമ്മൾ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് വായിക്കാതെ പോകും. പക്ഷെ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം. ഈവൻ ഡേ ഓഫ് എക്സാമിന്റെ തലേന്നാണെങ്കിലും ഒന്ന് രാവിലെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് പോവുക എന്താണ് ആ ഓർഡർ എന്നുള്ളത്. കാരണം നമ്മൾ കുറെ ഓർഡേഴ്സ് ഓർത്ത് വെക്കുന്നുണ്ട് നെറ്റ് എക്സാമിന് വേണ്ടി. അപ്പൊ ഇതും വിട്ടു പോട്ട. ഓക്കെ. അപ്പൊ തീസിസ് റൈറ്റിംഗിലെ കണ്ടന്റില്
ഫസ്റ്റ് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇതൊരു ഫൗണ്ടേഷൻ ആണ്. അതായത് എന്താണ് റിസർച്ച് പ്രോബ്ലം, എന്താണ് ജനറൽ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഹൈപ്പോത്തിസിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പോത്തിസിസ് ഒക്കെ യൂഷ്വലി ഈവൻ മെത്തഡോളജിയിൽ എഴുതും. പിന്നെ റാഷണൽ നീഡ് ഫോർ സ്റ്റഡി, എന്തുകൊണ്ടാണ് ഈ സ്റ്റഡിയുടെ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ റീസർച്ചർ എന്നുള്ള രീതിയിൽ എന്താണ് ഈ സ്റ്റഡീനെ പുറകിലുള്ള തിങ്കിങ്. പിന്നെ സ്കോപ്പ് ആൻഡ് ഡീലിമിറ്റേഷൻസ്, സ്റ്റഡി കൊണ്ട് എന്താണ് ഉപകാരം ഉണ്ടാവുക ഫോർ ജനറൽ സൊസൈറ്റി. റിസർച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ബേസിക്കലി ഹ്യൂമൻ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് കുറെ ലെവലില് റിസർച്ച്. അപ്പൊ അതിന്റെ സ്കോപ്പ് എന്താണ്, അപ്പൊ എന്തൊക്കെ രീതിയിൽ അത് ആപ്ലിക്കബിൾ ആകും, ഇതിന്റെ റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉപകാരമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. പിന്നെ ഓപ്പറേഷണൽ ഡെഫിനേഷൻസ് ഓഫ് കീ ടേംസ്. ഓപ്പറേഷണൽ ഡെഫിനേഷൻസ് ഓഫ് കീ ടേംസ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ സ്റ്റഡിയിൽ എങ്ങനെയാണ് ഈ ഡെഫിനിഷൻസ് ഈ ടേംസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജൂവിനൈലിന് നമ്മളൊരു ടേം എടുത്തു. ജൂവിനൈലിന് ജെ ആക്ട് പ്രകാരം ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറയും. ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ജെ ആക്ട് പ്രകാരം ജെ ആക്ടിൽ തന്നെ അതിൻ്റെതായ ഡെഫിനേഷൻ ഉണ്ട്. അതാണ് അതിന്റെ കൺസെപ്ച്വൽ ഡെഫിനിഷൻ. നമ്മുടെ സ്റ്റഡിയിൽ ഇപ്പൊ നമ്മൾ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോനെ പറ്റി ചെയ്യുകയാണെങ്കിൽ അതിലെന്താണ് ഡെഫിനിഷൻ എന്ന് നമ്മൾ എഴുതണം. ഇപ്പൊ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ജെ ആക്ടില് അണ്ടർ 18 ഇയേഴ്സ് ഉള്ള എല്ലാവരെയും ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് ആൻഡ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ഒരാളെ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറയും. നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് 14 to 18 ഇയേഴ്സ് വരെയുള്ള ചിൽഡ്രനാണ് നമ്മൾ കൺസിഡർ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോനെ. നമ്മൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻ അതാവും. ഒരു മാസ്റ്റേഴ്സ് ലെവലൊക്കെ ഓപ്പറേഷണൽ ഡെഫിനേഷൻ നമ്മൾ മെത്തഡോളജിയിലാണ് എഴുതുക. ഇപ്പൊ തീസിസിന്റെ ഒരു ഇത് വേണ്ടി ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടത് മെയിൻ പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ്, റാഷണൽ, ഇതാണ് മെയിൻ കാര്യങ്ങൾ. ബാക്കി കീ കമ്പോണൻസ് വരാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓർത്ത് വെക്കുക എന്ന് മതി. അടുത്തത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ബേസിക്കലി നമ്മളുടെ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പൊ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ആ ഏരിയയിൽ തന്നെ എന്തൊക്കെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പോ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്യാത്ത, എന്തിലാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. കുറേ ആൾക്കാരെ പേപ്പേഴ്സും പബ്ലിക്കേഷൻസും എല്ലാം വായിച്ച് നമുക്ക് വേണ്ടി ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, എല്ലാ തീസിസും അല്ലെങ്കിൽ എല്ലാ റിസർച്ച് വർക്കും റിസർച്ച് തീസിസ് ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, കുറച്ച് തിയറീസിനെ ബേസ്ഡ് ആയിരിക്കും. ഒരു തിയറി, ഒരു വലിയ തിയറി അല്ലെങ്കിൽ 2-3 തിയറീസിന്റെ ബേസിലായിരിക്കും. അപ്പൊ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയാലേ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് സ്ട്രോങ് ആണെങ്കിൽ ഒരു തീസിസോ ഒരു റിസർച്ച് വർക്കോ സ്ട്രോങ് ആണെന്ന് പറയുള്ളൂ. പിന്നെ എംപിരിക്കൽ സ്റ്റഡീസ്, അപ്പോൾ പ്രോപ്പർ എവിഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം സ്റ്റഡിയിൽ. നമുക്കറിയാം റിസർച്ച് എപ്പോഴും എംപിരിക്കൽ ആണ്. അപ്പോൾ നാഷണലും ഇന്റർനാഷണൽ ലെവലിലുള്ള എംപിരിക്കൽ സ്റ്റഡീസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. നമ്മൾ പ്രോപ്പറായി റിസർച്ച് ഗ്യാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്താലേ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് പിന്നെ സമ്മറി ആൻഡ് ക്രിട്ടിക്, സമ്മറി ആയിട്ടും കൊടുക്കും. അപ്പോൾ ഇത് വെച്ചിട്ടേ നമുക്ക് പിന്നെ നമ്മുടെ ആക്ച്വൽ ഏരിയ കറക്റ്റ് ആണെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിസർച്ച് മെത്തഡോളജി, എങ്ങനെയാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്തേ എന്നാണ് കാണിക്കുന്നത്. അപ്പോ കണ്ടക്ട് ചെയ്തേ എന്നുള്ളതിനെ റിസർച്ച് അപ്രോച്ച് ചെയ്യുന്ന ടൈപ്പ് റിസർച്ച് ആണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മിക്സ്ഡ് ആണോ, റിസർച്ച് ഡിസൈൻ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ നല്ല ഡീറ്റെയിൽഡ് നോക്കാം. ഇപ്പൊ തന്നെ അല്ല, മെത്തഡോളജി തന്നെ ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. നമുക്കത് കവർ ചെയ്യാൻ ടൈം വേണം. പിന്നെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സൈസ്, അപ്പൊ സാമ്പിൾ സൈസ്, ടൈപ്പ്, സാമ്പിളിംഗ് മെത്തേഡ്, പിന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അപ്പൊ ക്വസ്റ്റ്യനേഴ്സ്, ഇന്റർവ്യൂസ്, പിന്നെ മെത്തേഡ്സ്, ടൂൾസ്, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇപ്പൊ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായി. പിന്നെ ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ, ഡാറ്റ കളക്ഷനും അതിൻ്റെതായ മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാം. ഇതാണ് മോസ്റ്റ്ലി നെറ്റിൽ ടെസ്റ്റ് ചെയ്തേക്കുന്ന PYQ ഏരിയ. ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് നെക്സ്റ്റ് സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൽ നിന്ന് നിറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ വെരി ഈസിലി നിങ്ങൾക്ക് കിട്ടുന്ന ജസ്റ്റ് പ്യുവർ തിയറി ബേസ്ഡ്, അതിൽ ആപ്ലിക്കേഷൻ ലെവലായിട്ട് വരാനൊന്നുമില്ല. ജസ്റ്റ് പ്യുവർ തിയറി ബേസ്ഡ് ആണ്. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഒരു തവണ ആയിക്കഴിഞ്ഞാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഞാൻ എഴുതിയപ്പോ 2023 എഴുതിയപ്പോ എല്ലാ ക്വസ്റ്റ്യനും ലൈക്ക് വേറെ ഒരു ഇതിന്നും വന്നില്ല. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഓൾമോസ്റ്റ് ഡബിൾ ദ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായി. എല്ലാം വന്നത് മെത്തഡോളജി ഇതാണ്.
അപ്പൊ ജൂൺ 2023 പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ വർക്കിന്റെ ജനറൽ പേപ്പർ, അപ്പൊ ആ റൗണ്ടിൽ എഴുതിയ ജനറൽ പേപ്പർ ഫുൾ റിസർച്ച് ബേസ്ഡ് ആയിരുന്നു. ആൻഡ് ഇതായിരുന്നു ക്വസ്റ്റ്യൻസ്. ആൻഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നത്, അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചു, എന്തൊക്കെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്സ് ഉപയോഗിച്ചു, ഇതിലാണ്. അപ്പോൾ ട്രയാങ്കുലേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കുലേഷനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് തീസിസിലാണ്. ടേബിൾസ്, ചാർട്ട്സ്, ഗ്രാഫ്സ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ടേബിളായിട്ടും ചാർട്ടുകളായിട്ടും ഗ്രാഫുകളായിട്ടും ഒക്കെ പ്രസന്റ് ചെയ്യും. കാരണം നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും നോക്കുന്ന സാധാരണ ആൾക്കാരാണ്. ശരിയാണ്, നമ്മുടെ ഫുൾ പേപ്പറൊക്കെ ചിലപ്പോൾ ബാക്കി അക്കാഡമിഷ്യൻസ് ഒക്കെ നോക്കുമായിരിക്കും. പക്ഷെ നമ്മളൊരു ഔട്ട്പുട്ട് ജനറൽ പബ്ലിക്കിന് വേണ്ടി ഇതാക്കുമ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ടേബിൾസ്, ചാർട്ട്സ്, ഗ്രാഫ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ബേസിക് അനാലിസിസ് മെത്തേഡ്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ, കുറെ ടെസ്റ്റുകൾ ഉണ്ട്. പക്ഷെ ഇതാണ് അറ്റ്ലീസ്റ്റ് ബേസിക് ലെവലില് മീൻ മീഡിയൻ മോഡ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ, അതൊക്കെ നമ്മളൊന്ന് അനോവ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് കവർ ചെയ്യാം നാളെ, നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, സമ്മറി. സമ്മറി ഓഫ് ചാപ്റ്റർ വൈസ് റീക്യാപ്പ് ചെയ്യും. മേജർ ഫൈൻഡിങ്സിലെ മേജർ റിസൾട്ട്സ്, അതിനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഒബ്ജക്റ്റീവും എന്ത് ടൈപ്പ് ഓഫ് റിസർച്ച് ചെയ്യുന്നതിന് ലിങ്ക്ഡ് ആണ്. അത് കാരണം അതേ ഒബ്ജക്റ്റീവ് തന്നെയാണ് അവസാനം റിസൾട്ട്സ്. അപ്പൊ എന്ത് ഒബ്ജക്റ്റീവ് എന്നോ അതിന് റിസൾട്ട്സ് ഉണ്ടായിരിക്കണം. നമ്മൾ ആ റിസർച്ചിൽ അതൊരു ഭാഗം ചെയ്തേ പറ്റൂ. ഒബ്ജക്റ്റീവ്സും നമ്മുടെ ഫൈൻഡിങ്സും മാച്ച് ആകണം. പിന്നെ കൺക്ലൂഷൻ, നമ്മൾ എന്ത് ഇൻഫർ ചെയ്യുന്നു, നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്സിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുന്നു, എന്ത് ഡെഡ്യൂസ് ചെയ്യുന്നു, എന്ത് ഇൻഫർ ചെയ്യുന്നു, അതാണ് കൺക്ലൂഷനിൽ എഴുതാം. പിന്നെ സജഷൻസ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഈ സജഷൻസ്, ലിമിറ്റേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്യൂച്ചർ നമ്മുടെ ഈ പേപ്പർ വായിക്കാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ഇതായിട്ട് തോന്നും, നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ അല്ലാന്ന് തോന്നും. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങളുടെ ഒരു ബേസിക് ആ ഒരു പേപ്പർ തീസിസ് റൈറ്റിംഗിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തി തന്നാൽ നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് ഒരു റീഫ്രഷ് ആണ്. നിങ്ങളൊക്കെ മാസ്റ്റേഴ്സ് ലെവലെങ്കിലും ആയിരിക്കും ഇത് എഴുതാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതാണത്. പിന്നെ ബിബ്ലിയോഗ്രഫി, ഇത് നമ്മൾ അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ ബിബ്ലിയോഗ്രഫി റെഫറൻസസ്. അപ്പോൾ സ്പെസിഫിക് സ്റ്റൈല് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, നമ്മുടെ ഡൊമെയിൻ പ്രകാരമൊക്കെ നമ്മൾ സ്പെസിഫിക് സ്റ്റൈലിൽ ചെയ്യും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സോഴ്സുകളും, അതായത് ജസ്റ്റ് വായിച്ചു പോയിട്ട് നമ്മൾ കോട്ട് ചെയ്തിട്ടില്ല എന്ന് വെക്കാം, ജസ്റ്റ് വായിച്ചു പോയാലും അത് ബിബ്ലിയോഗ്രഫിയിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനെപ്പറ്റി നമ്മൾ ഇനി എത്തിക്സ് പഠിക്കുമ്പോഴും പ്ലേജറിസം അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിലിൽ പോകും. പക്ഷെ എല്ലാ സോഴ്സസും സൈറ്റഡ് ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് വെക്കാം, നമ്മൾ ഇന്ന് എടുത്ത് നോക്കി അതിൽ നിന്ന് ഒരു കാര്യം വായിച്ചു വെച്ചു, അത് നമ്മുടെ സോഴ്സിൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ വേറൊരാളുടെ ഇൻഫർമേഷൻ എടുക്കുകയാണ്. അപ്പൊ അറേഞ്ച് ആൽഫബറ്റിക്കലി ബൈ ഓഥർ സർനെയിം, ഓഥറുടെ ലാസ്റ്റ് നെയിം വെച്ചാണ് നമ്മൾ ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ സിലബസിൽ അവയർനെസ് ഓഫ് റെഫറൻസിങ് സ്റ്റൈൽസ്, APA-MLA മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ എന്നാലും ഓപ്ഷൻസിൽ, ബാക്കി ഓപ്ഷൻസിൽ ഷിക്കാഗോ സ്റ്റൈല്, ഹാർവേഡ് സ്റ്റൈല് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്നാണ് അവര് പറയാ, ഓക്കെ APA-MLA എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ റെഫറൻസിങ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇതിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാലോ എന്ന് പറഞ്ഞാന്ന് വെച്ചിട്ട് നമുക്ക് അതും കവർ ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി. പിന്നെ അപ്പൻഡൈസിസ്, അപ്പൻഡിക്സ് ഓർ അപ്പൻഡൈസിസ്, ഇതിലെന്താ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനെയർസ്, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അത്, നമ്മുടെ റോ ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്ത ക്വസ്റ്റ്യനെയർസിന്റെ റോ ഡാറ്റ, കൺസെന്റ് ഫോംസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിന്റെ പെർമിഷൻസ്, അതൊക്കെ ആഡ് ചെയ്യും. ഇത് ജസ്റ്റ് നമ്മുടെ തീസിസിന്റെ വാലിഡിറ്റി കൂട്ടാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ശരിക്കും ഉള്ള സാധനമാണ്, നമ്മൾ പ്രൂവ് ചെയ്യാണ് എന്താ നമ്മളെല്ലാം പ്രോപ്പർ ചാനലിലൂടെ, പ്രോപ്പർ മെത്തേഡിലൂടെ ചെയ്തേക്കാണ്. അപ്പൊ അതാണ് അപ്പൻഡൈസിസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. അപ്പൊ റിസർച്ച് ആർട്ടിക്കിൾ ഒരു ഫോർമൽ പീസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. അതായത് ഒറിജിനൽ സ്റ്റഡി, അതായത് ഒരു സ്റ്റഡീന്റെ ഒറിജിനൽ റിസൾട്ട്സ്, ഒരു സ്റ്റഡിയുടെ എക്സ്പെരിമെന്റിന്റെ ഒറിജിനൽ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രോപ്പർ ആയിട്ട്. മോസ്റ്റ്ലി ജേർണൽസിന് വേണ്ടി ഒരു സ്റ്റാൻഡർഡൈസ് സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടാണ് ആർട്ടിക്കിൾ റൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് മെത്തേഡിലൂടെ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മിക്സ് മെത്തേഡ്സ്, അങ്ങനെ കുറെ സ്റ്റഡീസ് ഉണ്ടല്ലോ.
അപ്പൊ അതെല്ലാം അത് ഏതാന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായി ഫോളോ ചെയ്ത് അത് പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. അപ്പൊ പുതിയ നോളജ് എങ്ങനെ നമ്മുടെ അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പൊ അതിന്റെ പേർപ്പസ് ഇവിടെ ഉണ്ട്. റിപ്പോർട്ട് ഫൈൻഡിങ്സ്, ഷെയർ ന്യൂ നോളജ്, കോൺട്രിബ്യൂട്ട് ടു ബോഡി ഓഫ് ലിറ്ററേച്ചർ, അലൗ അതേഴ്സ് ടു റെപ്ലിക്കേറ്റ്, ക്രിട്ടിക് ഓർ ബിൽഡ് അപ്പോൺ വർക്ക്. അപ്പം ഇതിനു വേണ്ടിയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിളുടെ ഫോർമാറ്റും അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു തീസിന്റെ നമുക്ക് ആർട്ടിക്കിൾ എഴുതാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ അബ്സ്ട്രാക്ട്സോ പ്രപ്പോസൽസോ ആണ് നമ്മൾ യൂഷ്വലി ജേർണൽസിലേക്ക് അയക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കോൺഫറൻസിന് പ്രസന്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മളുടെ ആബ്സ്ട്രാക്ട് ആണ് അയക്കുക. അബ്സ്ട്രാക്ട് കീവേഡ്സ് അയക്കാൻ പറയും. ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, കീവേഡ്സ്, ഈ ഫസ്റ്റ് 3 നമ്മൾ അയക്കുക. ഇതെന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമല്ല, ക്വസ്റ്റ്യൻസ് ഇപ്പോ റിലേറ്റിംഗ് ടു അക്കാഡമിക് കോൺഫറൻസസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ കോൺഫറൻസ്, വർക്ക്ഷോപ്സ്, അപ്പോൾ റിസർച്ച് മോർ ദാൻ ആർട്ടിക്കിൾ റൈറ്റിങ്ങും റിസർച്ച് അല്ല തീസിസ് റൈറ്റിങ്ങിനേക്കാളും ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ 2-3 കണ്ടത് വർക്ക്ഷോപ്പിനെ, കോൺഫറൻസിനെ അതിനൊക്കെ പറ്റി റിലേറ്റ് ചെയ്തിട്ടാണ്. presenting in a workshop or conference paper, preparation of a research paper or article, പിന്നെ കണ്ടു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതായത് പാർട്ടിസിപ്പേഷൻ ഇൻ എ വർക്ക്ഷോപ്പ്, പ്രസന്റിങ് എ സെമിനാർ പേപ്പർ. അപ്പൊ അതുപോലെയാണ് ഫോക്കസ് പോകുന്നത്, റാദർ ദാൻ ഇതിന്റെ ഇൻട്രിക്കസീസ്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് അവർ പറയും. അപ്പൊ എന്താണ് ഒരു ആർട്ടിക്കിൾ കോൺഫറൻസിന് പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ടേ, എന്തൊക്കെയാണ് അയച്ചു കൊടുക്കാൻ പറയാന്ന് ചോദിച്ചാൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, കീവേഡ്സ്, ഇതാണ് യൂഷ്വലി ചോദിക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓൾവേസ് ഇൻക്ലൂഡ്സ് റാഷണൽ, മെത്തഡോളജി, സാമ്പിൾ, ടൂൾസ്, പ്രൊസീജിയർ, റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ, കൺക്ലൂഷൻ, റെഫറൻസസ്, ബിബ്ലിയോഗ്രഫി എന്താന്ന് വെച്ചാൽ. പിന്നെ അക്നോളജ്മെന്റ്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പ്ലേജറിസത്തിലും എത്തിക്സിലും സംസാരിക്കും. പക്ഷെ ബേസിക്കലി ഇപ്പൊ നമ്മൾ ജേർണലിലേക്ക് അയക്കുകയാണ്. ആ ജേർണലിൽ നമ്മുടെ ഗൈഡോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ കൂടെ പഠിച്ച ഒരാള് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളൊക്കെ അവിടെ എഡിറ്റർ ആണെന്ന് വെക്കുക. അപ്പൊ നമ്മൾ മുൻകൂട്ടിയെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എഴുതി കൊടുക്കണം. അതായത് ഈ ജേർണലിന്റെ ഈ ആള് എന്റെ എന്താണ് നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് എത്തിക്കലി തെറ്റുമാണ്. ഇപ്പോ എസ്പെഷ്യലി അക്കാഡമിക് ഫീൽഡ് റിട്രാക്ഷൻ എന്ന് പറഞ്ഞ, ഐ ഡോണ്ട് നോ ഇഫ് നെറ്റിൽ അത് ചോദിക്കുക, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അത്, റിട്രാക്ഷൻ എന്ന് പറയും. അത് നമ്മൾ പ്ലേജറിസത്തിൽ ഞാൻ കുറച്ച് കാര്യമായിട്ട് അതൊന്ന് പറഞ്ഞുതരാം, കാരണം ഇപ്പൊ ഭയങ്കര റെലവെന്റ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. റിട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ബട്ട് നമ്മുടെ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് ആർട്ടിക്കിൾ, അപ്പൊ നമുക്കത് ജസ്റ്റ് ആ ജേർണലുകാരോട് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. നമ്മള് അത് ഫുള്ളായി അയച്ച് നമ്മള് ഒഫീഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് ആ ജേർണലിൽ എപ്പോഴും അത് തന്നെ കിടക്കും, നമ്മുടെ ആർട്ടിക്കിൾ അതുപോലെ കിടക്കും. പകരം അതിലൊരു നോട്ട് ഉണ്ടാവും, ദിസ് ആർട്ടിക്കിൾ ഹാസ് ബീൻ റിട്രാക്റ്റഡ് ഡ്യൂ ടു എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ ആ റിട്രാക്ഷൻ ആക്ച്വലി ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് റിട്രാക്ഷൻ വാങ്ങുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേജറിസം വേറൊരാളെ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം റിട്രാക്ട് ചെയ്തവരുണ്ട്. അപ്പൊ റിട്രാക്ഷൻ ഇപ്പോ അക്കാഡമിക് ഫീൽഡ് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ്. കുറെ പേർക്ക് അവരുടെ PhD ഇതൊക്കെ റിവോക്ക് ചെയ്തിട്ടുണ്ട്. PhD ഓൾറെഡി കൊടുത്തിട്ട് റിവോക്ക് ചെയ്തിട്ടുണ്ട്, കാരണം അവരുടെ ആവശ്യമുള്ള ലൈക് പബ്ലിക്കേഷൻസ് ഒക്കെ റിട്രാക്ട് ആയിട്ട്. സോ അത് നമുക്ക് ആക്ച്വലി എത്തിക്സിൽ കാര്യമായി സംസാരിക്കാം, കാരണം ഇപ്പൊ റെലവെന്റ് ആയ ഇഷ്യൂ ആയതുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും ആൻസർ ചെയ്യാൻ. ആൻഡ് ആസ് ഫ്യൂച്ചർ സ്കോളേഴ്സ് അക്കാഡമിക് ഫീൽഡിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. അപ്പൊ ടൈറ്റിൽ ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. യൂഷ്വലി പറയാം ലെസ് ദാൻ 20 വേർഡ്സ് എന്ന് പറയും. റെലവെന്റ് അപ്പോൾ ടോപ്പിക്, പോപ്പുലേഷൻ, വേരിയബിൾസ് ഇൻവോൾവ് എല്ലാം ഉണ്ടായിരിക്കണം അതിൽ. ആബ്സ്ട്രാക്ട് യൂഷ്വലി അണ്ടർ 250 വേർഡ്സ് ആണ് വരാം. 150-250 വേർഡ്സ്. 250 ആണ് യൂഷ്വലി എല്ലാത്തിനും ഞാൻ കണ്ടിട്ടുള്ള ഒരു ലിമിറ്റ്. പെട്ടെന്ന് നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ നെറ്റിന്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ഇസ് യൂഷ്വലി റിട്ടൺ ആഫ്റ്റർ ദ
ഫുൾ ആർട്ടിക്കിൾ ഇസ് കംപ്ലീറ്റഡ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്. പിന്നെ കീവേഡ്സ് 3 to 6 ഇത് സെർച്ചബിലിറ്റി കൂട്ടാനാണ്. നമ്മുടെ ആർട്ടിക്കിളിന് വേണ്ടി ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നോക്കുന്ന വേർഡ്സ് ഇതിലുണ്ടോ എന്ന് വേണ്ടിയുള്ളതിനാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതേ സെയിം ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും, റിസർച്ച് പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യും, നമ്മൾ ഒബ്ജക്റ്റീവ്സ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, റാഷണൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. മെത്തഡോളജി ഇതേ സാധനം തന്നെ. നമ്മൾ നേരത്തെ തീസിസ് റൈറ്റിംഗിനുള്ള അതേ മെത്തഡോളജി. കുറച്ചും കൂടെ കൺസൈസ് ആയിരിക്കും ഫോർ ആർട്ടിക്കിൾ റൈറ്റിംഗ്, കാരണം വേർഡ് ലിമിറ്റ് ചെറുതായതുകൊണ്ട്. പക്ഷെ എല്ലാ സാധനവും അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ. റിസൾട്ട്സിൽ ഫൈൻഡിങ്സ്, ഡിസ്കഷനിൽ നമ്മൾ ആ റിസൾട്ട് കിട്ടിയത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്. അപ്പൊ ഇതെങ്ങനെ ഒബ്ജക്റ്റീവ്സിലേക്ക് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിലേക്ക്, തിയറട്ടിക്കൽ ഫ്രെയിംവർക്കിലേക്ക്, റിസർച്ച് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ എങ്ങനെ കണക്ട് ആവുന്നു എന്ന് പ്രസന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കഷൻ സെക്ഷൻ എഴുതുന്നത്. പിന്നെ അൺഎക്സ്പെക്ടഡ് റിസൾട്ട്സ്, ലിമിറ്റേഷൻസ് ഒക്കെ എഴുതുന്നു. കൺക്ലൂഷൻ ജസ്റ്റ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാണ്. ബേസിക്കലി സിഗ്നിഫിക്കൻസ് ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യാണ്. പിന്നെ റെഫറൻസ് എഴുതുമ്പോൾ എല്ലാ സോഴ്സസും നമ്മൾ സൈറ്റ് ചെയ്യുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റൈൽ. ആദ്യം APA തുടങ്ങി പിന്നെ MLA തീർക്കുക, അത് ശരിയല്ല. APA തുടങ്ങി APA തന്നെ അവസാനിക്കുക. കുറച്ച് ബോറിംഗ് ടോപ്പിക് ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് ബോറിംഗ് ടോപ്പിക്സ് ആണ് ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്. റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സോഴ്സസും അക്നോളജ് ചെയ്യാനൊരു വഴിയാണ്. അതായത് പ്ലേജറിസം അവോയ്ഡ് ചെയ്യാനും പ്രോപ്പറായി ക്രെഡിറ്റ് കൊടുക്കാനും. ഇനി നമ്മുടെ വായിക്കുന്ന ആൾക്കാർക്ക് ഈ റിസോഴ്സസ് വേണമെങ്കിൽ പിന്നെ പോയി വായിക്കാൻ, അവരുടെ റിസർച്ചിന് ഉപയോഗിക്കാൻ. ഇപ്പൊ ഞാനും ലിറ്ററേച്ചർ ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ആദ്യം ഒരു പേപ്പർ കണ്ടുപിടിക്കും, ആ പേപ്പർ വായിക്കും, പിന്നെ അതിന്റെ റെഫറൻസസിലേക്ക് ഡയറക്റ്റ് പോയിട്ട് പിന്നെ എല്ലാ സോഴ്സസും എടുത്തെടുത്ത് നോക്കും. അത് എന്റെ സ്റ്റഡിക്കും ഹെൽപ്ഫുൾ ആയ റിസോഴ്സസ് ആണോ എന്ന്. അപ്പൊ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ടു ഫൈൻഡ് റെഫറൻസസ്. എപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആണ് ഫോർ ഫ്യൂച്ചർ റീസേർച്ചസ്. വായിച്ച് അതിൽ നിന്ന് പോവാൻ നോക്കുന്നവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ സക്സസ്ഫുൾ അക്കാഡമിക് റൈറ്റിംഗ്, അവോയ്ഡിങ് പ്ലേജറിസം, കീ ടു യുവർ അസൈൻമെന്റ്സ് ആൻഡ് റിസർച്ച്. എപ്പോഴും നമ്മൾ റെഫറൻസസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാന്നല്ല, ചെയ്യണം. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ് ഗൈഡ് ലൈൻസ് ആർ MLA ആൻഡ് APA. MLA എന്ന് പറഞ്ഞാൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനും APA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ വക തന്നേക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതാണ് ആസ് പെർ സിലബസ് ഉള്ളത്, 2 എണ്ണം. അപ്പൊ APA ഇപ്പൊ ഫോളോ ചെയ്യുന്ന 7th എഡിഷൻ ആണ്. അപ്പൊ ഇതില് ഇൻടെക്സ് സൈറ്റേഷന്റെ ഫോർമാറ്റ് കാണാം. ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായത്, which of the following are the basic rules of APA style of referencing format. അപ്പോ ബേസിക് റൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കറണ്ട് എഡിഷനെ ബേസ് ചെയ്ത് 7th എഡിഷനും MLA 9th എഡിഷനുമാണ് ഓടുന്നത്. അപ്പൊ അത് രണ്ടിന്റെയും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിലെല്ലാം ഇല്ല, പക്ഷെ ഞാനൊരു ടേബിള് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അത്യാവശ്യം എല്ലാം ഉണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട്. അപ്പോ ഇൻടെക്സ് സൈറ്റേഷൻ, ഓഥേഴ്സ് ലാസ്റ്റ് നെയിം, ഇയർ. റെഫറൻസ് എൻട്രി ആകുമ്പോൾ കുറച്ചും കൂടെ വലുതാണ്. ഓഥേഴ്സ് ലാസ്റ്റ് നെയിം, ഇയർ, ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ, ജേർണൽ നെയിം, വോളിയൂം, ഇഷ്യൂ, പേജ് റേഞ്ച്, ഇതെല്ലാമാണ് റെഫറൻസ് ലിസ്റ്റ് ഇതിൽ വരിക. പിന്നെ APA ഗൈഡ് ലൈൻസിൽ പ്രകാരം ബിബ്ലിയോഗ്രഫി എന്നല്ല എഴുതുക, അതിനെ റെഫറൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാണ് എഴുതുക. അത് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഒരു ഡിഫറൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിബ്ലിയോഗ്രഫി എന്നല്ല വിളിക്കുക, പകരം റെഫറൻസ് ലിസ്റ്റ് എന്നാ വിളിക്കുക. യൂഷ്വലി സോഷ്യൽ സയൻസസ്, എഡ്യൂക്കേഷൻ, സൈക്കോളജി, ബിസിനസ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോഷ്യൽ സയൻസസിലായതുകൊണ്ട് ഞങ്ങൾ APA ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. 7th എഡിഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. 7th എഡിഷൻ 2019 വന്നതാണ്. അപ്പൊ ഇനി അത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴാണോ എക്സാം എഴുതുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ നെക്സ്റ്റ് മന്തിന് വേണ്ടിയുള്ള എക്സാമിന് ആയതുകൊണ്ട് 7th എഡിഷൻ തന്നെയാണ്. ഇനി MLA മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. അപ്പോ ഇതില് ഓഥേഴ്സ് ലാസ്റ്റ് നെയിം ഫസ്റ്റ് ഓഫ് ഓൾ 9th എഡിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻടെക്സ് സൈറ്റേഷൻ വരുമ്പോൾ ഇതിൽ കോമാസ് ഇല്ല. അപ്പൊ ഓഥേഴ്സ് ലാസ്റ്റ് നെയിം, പേജ് നമ്പർ. അപ്പൊ സ്മിത്ത് 42 അത് കണ്ടില്ലേ? അപ്പൊ അതുപോലെയാണ് ഇൻടെക്സ് സൈറ്റേഷൻ വരാം. അപ്പൊ സ്മിത്ത് ജോൺ, ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ, ജേർണൽ നെയിം, വോളിയൂം നമ്പർ, പിന്നെയാണ് വർഷം വരുന്നത്, പിന്നെ പേജ് നമ്പറും.
ഇതിൽ ശ്രദ്ധിക്കേണ്ടത് APA ഗൈഡ് ലൈൻസിന് ബിബ്ലിയോഗ്രഫിനെ വിളിക്കുന്നത് വർക്ക്സ് സൈറ്റഡ് എന്നാണ്. അതായത് മറ്റേല് വിളിച്ചിരുന്നത് APA വിളിച്ചിരുന്നത് റെഫറൻസ് ലിസ്റ്റ് എന്നാണ്. ഇതിൽ വർക്ക്സ് സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബിബ്ലിയോഗ്രഫിന്റെ ടൈറ്റിൽ ആയിരിക്കേണ്ടത്. യൂഷ്വലി ഹ്യൂമാനിറ്റീസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലിറ്ററേച്ചർ, ഫിലോസഫി, ആർട്സിലൊക്കെയാണ് MLA സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ള സ്റ്റൈലാണ് ഷിക്കാഗോ സ്റ്റൈല്, AMA സ്റ്റൈല്, ഹാർവേർഡ് സ്റ്റൈല്. ഷിക്കാഗോ സ്റ്റൈലില് ഓത്തേഴ്സ് ലാസ്റ്റ് നെയിം, ഇയറും പേജ് നമ്പറും ഉണ്ട്, കോമാസ് യൂസ് ചെയ്ത്. പിന്നെ അതിന്റെ ബിബ്ലിയോഗ്രാഫിക് എൻട്രി ഇങ്ങനെയാണ്. ഈ ഭാഗം ഫോക്കസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു, സിലബസിൽ ഇല്ല, പക്ഷെ വന്നാൽ തന്നെ ഇത്രയും ലൈക് ബിബ്ലിയോഗ്രാഫിക് എൻട്രി എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ AMAയിലാവുമ്പോൾ ഓത്തേഴ്സ് ലാസ്റ്റ് നെയിം, ഇയർ, അത് കോമ ഇല്ലാതെ. കുഞ്ഞു കുഞ്ഞു വ്യത്യാസമാണുള്ളത്. ജസ്റ്റ് അതിന്റെ ഫുൾ നെയിം പഠിച്ചു വെക്കാം. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് AMA എന്നുള്ളത്. പിന്നെ ഹാർവേർഡ് സ്റ്റൈല്, ഇതാണ് ഹാർവേർഡ് സ്റ്റൈലിന്റെ. അറ്റ്ലീസ്റ്റ് ഫോർ നെയിം പർപ്പസസ് ഹാർവേർഡ് സ്റ്റൈല് ആക്ച്വലി ഉള്ള റെഫറൻസിങ് സ്റ്റൈൽസ് ആണ്. ഷിക്കാഗോ സ്റ്റൈലൊക്കെ പക്ഷെ ഭയങ്കര പഴയ റെഫറൻസിങ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽസ്. അപ്പൊ ഇതിൽ APA 7th എഡിഷൻ MLA 9th എഡിഷനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഈ ഒരു ടേബിൾ മാത്രം നോക്കിയാലും മതി ഫുൾ കാര്യത്തില്. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട പോയിന്റ്സ് കിട്ടും. APA 7th എഡിഷൻ സോഷ്യൽ സയൻസ്, സൈക്കോളജി, എഡ്യൂക്കേഷൻ. MLA ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, കൾച്ചറൽ സ്റ്റഡീസ്. എങ്ങനെയാണ് ഇൻടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വരാ, കോമാസ് യൂസ് ചെയ്യോ, പിന്നെ എറ്റാൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്, എറ്റാലിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്തത് സംസാരിക്കാം, എറ്റാൽ എന്താണെന്ന്. പിന്നെ ഓഥേഴ്സ് നെയിം റെഫറൻസിൽ എങ്ങനെയാ കാണിക്കുന്നത്, ടൈറ്റിൽ ക്യാപിറ്റലൈസേഷൻ ഉണ്ടോ, ബുക്സ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്, എല്ലാം ഇതിൽ കുറേ പോയിന്റുകൾ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതൊന്ന് വായിച്ചു പോവുക. കാരണം ഈ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, വൈ റെഫറൻസിങ് മാറ്റേഴ്സ്, അവോയ്ഡ്സ് പ്ലേജറിസം, അവിടെ വർക്കിന് ക്രെഡിബിലിറ്റി തരും, വെരിഫിക്കേഷൻ ഓഫ് സോഴ്സസ്, റിഫ്ലെക്ട്സ് അക്കാഡമിക് ഇന്റഗ്രിറ്റി. ഇത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു PPT പോലെ തോന്നും, അങ്ങനത്തെ ഒരു PPT ആണ്. ബാക്കിയും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് ഇങ്ങനത്തെ പോയിന്റുകളാണ് ചിലപ്പോൾ നിങ്ങളെ ലൈക്ക് ഒരു പോയിന്റ് ലൈക്ക് ഒരു ഡിസ്ട്രാക്ടർ എക്സാമ്പിൾ എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ടർ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ ഒരു കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് തരുന്നത്. അതിനു വേണ്ടിയാണ് ഇത് കാര്യമായിട്ട് തന്നെ എടുക്കുന്നത്. ഇനി റെഫറൻസിങ് ടൂൾസ്. ഇത്തവണ മെന്റലിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. അപ്പൊ എന്താണ് റെഫറൻസ് മാനേജേഴ്സ്, ഇതിൽ നിന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെഫറൻസ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. മെന്റലി ആയിരുന്നു ആൻസർ. അപ്പൊ ഏതാണ് റെഫറൻസ് മാനേജേഴ്സും ഏതാണ് റെഫറൻസ് ടൂൾസും എന്നല്ല, റെഫറൻസിങ് ടൂൾസും റെഫറൻസിങ് സൈറ്റേഷൻ മാനേജേഴ്സ്, സൈറ്റേഷൻ ജനറേറ്റേഴ്സ്, അതായത് സൈറ്റേഷൻ റെഫറൻസ് മാനേജേഴ്സ്. ഓക്കെ, റെഫറൻസ് മാനേജേഴ്സ് ഓർ സൈറ്റേഷൻ മാനേജേഴ്സ് ഇതെന്ന് പറയും. അപ്പൊ സൊട്ടേറോ, മെന്റലി, ഇതൊക്കെ സൊട്ടേറോ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ഞങ്ങൾ യൂഷ്വലി സൊട്ടേറോ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല ഇന്റർഫേസും ആണ് അതിന്റെ. മെന്റലി ഉണ്ട്. പിന്നെ എൻനോട്ട്, റെഫ്വർക്സ്, ജാബ്രഫ്, ഇതൊക്കെ പേരുകൾ മാത്രം പഠിക്കുക, എന്താണ് എന്ന് ഏതിന്റെ അടിയിൽ വരുന്നതാണെന്ന് ആലോചിക്കുക. അപ്പോൾ റെഫറൻസ് മാനേജർ ആണ്. അപ്പോൾ സൊട്ടേറോ, മെന്റലി, എൻനോട്ട്, റെഫ്വർക്സ്, ജാബ്രഫ് ഇതൊക്കെ റെഫറൻസ് മാനേജേഴ്സ് ആണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സൈറ്റേഷൻ ജനറേറ്റർ. അപ്പൊ സൈറ്റേഷൻ മെഷീൻ, ബിബ് ഗുരു, സൈറ്റ് ദിസ് ഫോർ മീ, ഗൂഗിൾ സ്കോളറിൽ തന്നെ സൈറ്റ് ബട്ടൺ ഉണ്ട്. ഈസി ബിബ്, സൊട്ടേറോ ബിബ് ഒക്കെ അതിന്റെ എക്സ്റ്റൻഷൻസ് ആണ്. അപ്പൊ നമുക്കത് ഗൂഗിളിലേക്കൊക്കെ എക്സ്റ്റൻഷൻസ് എടുക്കാം. പിന്നെ സൈറ്റ് ഫാസ്റ്റ്, മൈ ബിബ്, ഇതൊക്കെ സൈറ്റേഷൻ ജനറേറ്റേഴ്സ് അഥവാ സൈറ്റേഷൻ ടൂൾസ് ആണ്. അപ്പൊ ഇതൊക്കെ തന്നിട്ട് അതിന്റെ ഇടയിൽ ചിലപ്പോൾ മെന്റലി തന്നിട്ട് ചോദിക്കും ഏതാണ് റെഫറൻസ് മാനേജർ ഇതിൽ. നമുക്ക് മെന്റലി എന്ന് എഴുതാം അല്ലെങ്കിൽ സൊട്ടേറോ എന്ന് എഴുതാം. അതിനു വേണ്ടിയാണ് ഈ പേരുകൾ ഓർത്ത് വെക്കേണ്ടത്. ഏതാണ് എന്ന്, എന്താ അതിന്റെ യൂസ് എന്നോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പേര് അത് നിങ്ങൾ ഓർത്ത് വെക്കുക. സേവ്സ് ടൈം വൈൽ സൈറ്റിംഗ് മൾട്ടിപ്പിൾ സോഴ്സസ്. തീസിസും അതൊക്കെ ആകുമ്പോൾ നമ്മൾ 100, 200, 300 സോഴ്സസ് ഉണ്ടാവും. അപ്പൊ അത് മര്യാദയ്ക്ക് സൈറ്റ് ചെയ്യാനും നമ്മൾ ഓവർ പീരീഡ് ഓഫ് 3 to 5 years ആണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വർഷത്തിലുള്ള റെഫറൻസസ് മൊത്തം ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർമാറ്റിംഗ് ആക്യുറസിക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ പറ്റും സോഴ്സസ്. നമ്മുടെ ചാൻസസ് ഓഫ് പ്ലേജറിസം കുറയും. എസ്പെഷ്യലി
ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ അണ്ടർ 1% ഒക്കെയാണ് ഇപ്പോൾ പ്ലേജറിസം ചോദിക്കുന്നത്. അപ്പോ അത് കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി പ്രോപ്പർ സൈറ്റേഷൻ ആണ്. ഫസ്റ്റ് നിങ്ങൾ വായിക്കുന്ന ആർട്ടിക്കിൾ തൊട്ട് പിന്നെ കോമ്പറ്റേറ്റീവ് ആൻഡ് റിസർച്ച് സെറ്റിംഗിന് വേണ്ട ഒരു സ്കില്ലാണ് അബ്രിവേഷൻസ്. ഓക്കെ, ഇതിൽ എറ്റാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എറ്റാൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഓഥേഴ്സ് ഉള്ളപ്പോൾ ഫസ്റ്റ് ഓഥർ മാത്രമാണ് ഇൻഡെക്സ് സൈറ്റേഷനിലുള്ളെങ്കിൽ നമ്മൾ പിന്നെ കൂടെ എറ്റാൽ എന്ന് ആഡ് ചെയ്യും. എറ്റാൽ എന്ന് പറഞ്ഞാൽ ആൻഡ് അതേഴ്സ് എന്നുള്ളതാണ്, ലാറ്റിൻ ട്രാൻസ്ലേഷൻ ആണ് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇവൻ റിസർച്ച് ഇതിൽ ഒരു തമാശയുണ്ട്, വർഷങ്ങളായി പണിയെടുത്താൽ അവസാനം ഒരു എറ്റാലായി മാറിത്തീരുന്നു നമ്മളെന്ന്. കാരണം നമ്മുടെ പേര് പോലെ റെഫറൻസ് ആവില്ല, നമ്മളൊരു എറ്റാലായി മാറിപ്പോകും. അപ്പോ അതുണ്ട്. സോ എറ്റാൽ. പിന്നെ ഇബിഡ്. ഇബിഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻ ദ സെയിം പ്ലേസ്. എസ്പെഷ്യലി നമ്മളിപ്പോ ഇബിഡൊക്കെ യൂസ് ചെയ്ത് ഞാനിപ്പോ കാണുന്നേ ഇല്ല കണ്ടംപററി സെൻസ്. ഇബിഡ് യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഇപ്പോ മുകളില് സ്മിത്ത് 2020 പേജ് നമ്പർ 42, പുറകെ സ്മിത്ത് 2020 തന്നെ പേജ് നമ്പർ 43 ആണ് നമുക്ക് റെഫറൻസ് ചെയ്യേണ്ടതെന്ന് വെക്കാം. അപ്പൊ നമ്മൾ ഇബിഡ് എന്ന് തന്നെ എഴുതും. ഇബിഡ് എന്ന് പറഞ്ഞാൽ അതേ ആളുടെ ദ സെയിം പ്ലേസ്, അതേ സെയിം സോഴ്സിൽ നിന്ന്, അതായത് ഒരേ ബുക്കിലത്തെ തന്നെ പേജ് നമ്പർ 43 അടുത്ത പേജിന്റെ ആണ് റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇബിഡ്. ഓപ്സിറ്റ് ഇൻ ദ വർക്ക് ഓൾറെഡി സൈറ്റഡ്. അപ്പോ സ്മിത്ത് 2020 ഫോളോഡ് ബൈ ജോൺസ് ഓപ്സിറ്റ്. അതായത് ഇതിപ്പോ ഇബിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിക്വേറ്റീവ്ലി ഉള്ള രണ്ട് സോഴ്സസ് വെച്ചാണ് ഇബിഡ് ചെയ്യുന്നത്. ഇപ്പൊ കൺസിക്വേറ്റീവ്ലി അല്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പ്രിസീഡ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് ചെയ്യാത്ത സൈറ്റേഷൻ, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പകരം ഓപ്സിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ലോക്സിറ്റ്. ലോക്സിറ്റ് എന്ന് പറയുന്നത് ഒരു അത് ആക്ച്വലി കാണിക്കേണ്ട എന്തെങ്കിലും എക്സാമ്പിൾ ഇല്ലാണ്ടായിപ്പോയി. ബേസിക്കലി നമ്മൾ ഇതെല്ലാം വന്നു, നമ്മൾ എറ്റാല് ഇബിഡ് ഓപ്സിറ്റ് എല്ലാം വന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഇപ്പൊ നമ്മൾക്കൊന്ന് സൈറ്റ് ചെയ്യണം എന്ന് വെക്കാം. അപ്പൊ നമ്മൾ ലോക്സിറ്റ് കൊടുത്തിട്ടാണ് സൈറ്റ് ചെയ്യുന്നത്. അതായത് ടൈറ്റിലും പേജ് നമ്പറും എല്ലാം ഒന്ന് റീസൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലോക്സിറ്റ് ഒന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നേ ഇല്ല, ഷിക്കാഗോ സ്റ്റൈലിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലോക്സിറ്റ്. ലോക്സിറ്റ് ഒന്നും കണ്ടുവരുന്ന പോലും ഇല്ല ഇപ്പൊ മെയിൻലി റെലവെന്റ് എറ്റാലാണ്. ഓക്കെ, പിന്നെ CF കൺഫർ ആണ്. കൺഫർ എന്ന് വെച്ചാൽ വേറൊരു സോഴ്സിലേക്ക് നമ്മൾ റെഫറൻസ് കൊടുക്കുകയാണ്. അപ്പോ സ്മിത്ത് 2020 CF ജോൺസ് 2019 അപ്പൊ നമ്മളൊരു റെഫറൻസ് ഒരു കമ്പാരിസൺ ടൈപ്പ് കൊടുക്കുകയാണ്. ഇത് വായിച്ചാൽ അതുപോലെ തന്നെ ഇതും വായിക്കേണ്ടതാണ്, അതിന്റെ ഒരു പാരലൽ ആയിട്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ CF ഉപയോഗിക്കുന്നത്. ETC എക്സെട്ര ഇത് നിങ്ങൾക്ക് അറിയാം, ആൻഡ് അതർ തിങ്സ്. നമുക്കിനി എല്ലാ എക്സാമ്പിൾസും അല്ലെങ്കിൽ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ETC ഉപയോഗിക്കുന്നത്. EG എക്സാമ്പിൾ. അപ്പോ അത് നമ്മൾ ഒരു ബ്രോഡർ പോയിന്റ് കാണിക്കാൻ നമ്മുടെ എക്സാമ്പിൾ എഴുതുന്നതാണ്. ദാറ്റ് ഈസ് നമ്മൾ സ്പെഷ്യലി അക്കാഡമിക് റൈറ്റിംഗിൽ ഒരു സാധനം ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതും. അപ്പോ അതാണ്. ഓക്കെ, ഇനി നമുക്ക് അക്കാഡമിക് ഇവന്റ്സ് നോക്കാം. അക്കാഡമിക് ഇവന്റ്സ് ആക്ച്വലി സിലബസിലേ ഇല്ല, സിലബസിൽ ഒരിക്കലും ഇല്ല. ബട്ട് അക്കാഡമിക് ഇവന്റ്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. ഒരു കോൺഫറൻസ് ആദ്യം സംസാരിക്കാം. അപ്പൊ കോൺഫറൻസ് ഇസ് എ ഫോർമൽ ഗാദറിംഗ് where researchers, scholars and professional comes together to present research findings. For റിസർച്ച് ഫൈൻഡിങ്സ് പ്രസന്റ് ചെയ്യാൻ, ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാൻ, പാനൽ ഡിസ്കഷൻസ് ഉണ്ടാവും, കീനോട്ട് സ്പീച്ചസ് ഉണ്ടാവും, പേപ്പർ പ്രസന്റേഷൻസ് ഉണ്ടാകും, പോസ്റ്റർ സെഷൻസ് ഉണ്ടാവും. പോസ്റ്റർ സെഷൻസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് പോസ്റ്റേഴ്സ് ആൾക്കാർ പ്രസന്റ് ചെയ്യും. അതായത് നമ്മളൊരു പേപ്പർ എഴുതുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റർ ആയിട്ട് അതേ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിരിക്കും, ഒരു ടോപ്പിക് സ്പെസിഫിക് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബ്രോഡർ തീംസ് കവർ ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആയിരിക്കും. എല്ലായിടത്തും ഇപ്പൊ കോൺഫറൻസ് പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാണ് ഒരു കോൺഫറൻസ്, ഒരു ഫോർമൽ ഗാദറിംഗ് ആണ്. ഇനി സിംപോസിയം, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ നിറച്ച് ഇതിനെ പറ്റി.
ഇപ്പൊ സിംപോസിയം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലൈസ്ഡ് കോൺഫറൻസ് ആണ് ദാറ്റ് ഫോക്കസസ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ഓർ തീം. ഒരു സ്പെസിഫിക് ടോപ്പിക് ഓർ തീമിലേക്ക് വരുമ്പോൾ സ്പെഷ്യലൈസ്ഡ് കോൺഫറൻസിന് സിംപോസിയം എന്ന് പറയും. ഇപ്പൊ എക്സ്പെർട്സും റിസർച്ചേഴ്സും ഒക്കെ വന്ന് പ്രസന്റ് ചെയ്ത് അവരെ ഇൻഡെപ്ത് റീസെർച്ച് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടി ഷോർട്ടർ പ്രസന്റേഷൻസ് ആയിരിക്കും കമ്പയർഡ് ടു കോൺഫറൻസസ്. എക്സ്പെർട്ട് പാനൽസ് ഉണ്ടാവും, ഫോക്കസ് ഡിസ്കഷൻസ് ആയിരിക്കും അതേ സ്പെസിഫിക് ടോപ്പിക്കിന്റെ സ്പെസിഫിക് സബ് ടോപ്പിക്സിനെ പറ്റി. അതാണ് കോൺഫറൻസ്. ഒരു ടൈപ്പ് ഓഫ് കോൺഫറൻസ് തന്നെയാണ് സിംപോസിയം, പക്ഷെ കുറേം കൂടെ ഡീറ്റെയിൽഡ് ആണ്, കുറേം കൂടെ സ്പെസിഫിക് ആണ് സിംപോസിയം. സെമിനാർ യൂഷ്വലി ഒരു സ്മോളർ ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ റിസർച്ച് ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഒരു സെമിനാർ. അപ്പോൾ മോസ്റ്റ്ലി എക്സ്പെർട്സ് ആണ് പ്രസന്റ് ചെയ്യുക, പക്ഷെ അതിന്റെ ചുറ്റും പിന്നെ ഡിസ്കഷൻസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ഡിബേറ്റ്സ് എല്ലാം നടക്കും. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസിന് പറ്റിയൊരു സ്ഥലമാണ് സെമിനാർ. പിന്നെ വർക്ക്ഷോപ്പ് ഭയങ്കര ഇന്ററാക്റ്റീവ്, ഹാൻഡ്സ് ഓൺ ഇതാണ്. ബേസിക്കലി സ്കിൽ ഡെവലപ്മെന്റ്, നോളേജ് ബിൽഡിങ്ങിനൊക്കെ വേണ്ടി, നോളേജ് ജനറേഷനൊക്കെ വേണ്ടിയുള്ള ഒരു ഫോറം ആണ്. അപ്പൊ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഗ്രൂപ്പ് ആക്ടിവിറ്റി, പ്രാക്ടിക്കൽ എക്സസൈസസ് ഒക്കെ ഉള്ളതാണ്. പുതിയ ടെക്നിക്സ് പഠിക്കാൻ, പ്രാക്ടിക്കൽ സ്കിൽസ്, നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ എല്ലാ ഇവന്റ്സിലും നെറ്റ്വർക്കിംഗ് വെരി ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്. വർക്ക്ഷോപ്പിൽ കൂടുതൽ സ്കിൽ ബിൽഡിംഗ് ഫോക്കസ്ഡ് ആണ്. ഓക്കെ. ആൻഡ് വെബിനാർ വെബ് ബേസ്ഡ് സെമിനാർ ആണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്ന മോസ്റ്റ്ലി വെബിനാർസ് ആണ് ഓവർ ദി ഇന്റർനെറ്റ്. അപ്പോൾ പ്രസന്റേഷൻസിലെ, ലെക്ചേഴ്സില്, വർക്ക്ഷോപ്സിലൊക്കെ ആൾക്കാർ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയി പഠിക്കുകയാണ്. ഓഡിയോ, വീഡിയോ പ്രസന്റേഷൻ. ഇവൻ നമ്മളിപ്പോൾ ഒരു വെബിനാർ നമ്മൾ ക്ലാസ് ആണ്, ബട്ട് സ്റ്റിൽ വെബ് ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സസും ഇതുപോലെ തന്നെ വെബിനാർ ഫോർമാറ്റിൽ ചെയ്യുന്നുണ്ട്. Q&A സെഷൻസ്, ചാറ്റ്സിലൂടെ, പോൾസിലൂടെ ഒക്കെയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. പിന്നെ കൊളോക്കിയം ഒരു ആക്കഡമിക് ഇവന്റ് ആണ്. എല്ലാം ആക്കഡമിക് ഇവന്റ്സ് ആണ്. ഇതിലെ എക്സ്പെർട്സ്, റിസർച്ചേഴ്സ്, സ്റ്റുഡൻസ് പ്രസന്റ് ദർ വർക്ക്സ് ഇൻ പ്രോഗ്രസ് ഓർ റിസർച്ച് ഫൈൻഡിങ്സ് ഇൻ ഇൻഫോർമൽ സെറ്റിംഗ്. കൊളോക്കിയം അപ്പോൾ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫോർമൽ സെറ്റിംഗ്സ് ആണ്. അപ്പോൾ കോൺഫറൻസ്, സിംപോസിയം ഒക്കെ ഫോർമൽ സെറ്റിംഗ് ആണ്. കൊളോക്കിയം ഇൻഫോർമൽ സെറ്റിംഗിലാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഇന്റലക്ച്വൽ എക്സ്ചേഞ്ച്, ഫീഡ്ബാക്ക്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ചിലപ്പോൾ സ്കോളേഴ്സ് വന്ന് അവരുടെ കറന്റ് പ്രോഗ്രസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഐഡിയാസ് ഇതാകും, സോഴ്സസ്, നെറ്റ്വർക്ക് ബിൽഡ് ആകും. അപ്പോൾ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് വക അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിലൊക്കെ പൊതുവെ നടക്കുന്ന കാര്യമാണ് കൊളോക്കിയംസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ അയക്കാം. ഇതിൽ സ്ലൈഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല, ബട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ഒരെണ്ണം കണ്ടത്, ബിബ്ലിയോഗ്രഫി ഗിവൻ ഇൻ റിസർച്ച് റിപ്പോർട്ട് ഹെൽപ്സ് ദോസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, തിയറി ബേസ്ഡ് ആണ്. അപ്പൊ ബിബ്ലിയോഗ്രഫി ഗിവൻ ഇൻ a research report helps those interested in further research, shows the vast knowledge of the researcher, makes the report authentic, or is an optional part of the report. Optional part of the report അല്ല എന്തായാലും. And makes the report authentic, അത് ശരിയാണ്. Shows the vast knowledge of the researcher, അതും വേണമെങ്കിൽ കറക്റ്റ് ആകാം. വാസ്റ്റ് നോളജ് പക്ഷെ കാണിക്കുന്നുണ്ടോ? ഇപ്പൊ ജസ്റ്റ് സോഴ്സസിൽ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫിയിൽ അത് റെഫറൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് റിസർച്ചറുടെ വാസ്റ്റ് നോളജ് ആവണമെന്ന് ഉറപ്പില്ലല്ലോ. പിന്നെ ഹെൽപ്സ് ദോസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫർദർ റിസർച്ച്. അപ്പോ ഹെൽപ്സ് ദോസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫർദർ റിസർച്ച് ആണ് കുറച്ചും കൂടെ അപ്രോപ്രിയേറ്റ് ആയി തോന്നുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞു, നമ്മൾ ബിബ്ലിയോഗ്രഫി എഴുതുന്നത് നമ്മുടെ ഇതിന്റെ ഒതൻസിറ്റി കൂട്ടാൻ വേണ്ടി മാത്രമല്ല, ഫ്യൂച്ചർ റിസർച്ചേഴ്സിന് സോഴ്സസ് കണ്ടുപിടിക്കാൻ, അവരുടെ റിസർച്ചിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് ആയി തോന്നുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനു വേണ്ടിയാണ് നമ്മൾ തിയറിറ്റിക്കലി എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് മറ്റേ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരെണ്ണം ഫോർമാറ്റ് ഓഫ് പ്രസന്റേഷനും ഒരെണ്ണം ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സും ആണ്. അതായത് തീസിസ് ഓർ ഡെസർട്ടേഷൻ, റിസർച്ച് പേപ്പർ, വർക്ക്ഷോപ്പ്, സെമിനാർ, അതും വെച്ചിട്ട് പിന്നെ അതിന്റെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ്. അപ്പൊ ബേസ്ഡ് ഓൺ ഫ്രീ വീലിംഗ് ഓഫ് ഐഡിയാസ്, ടാർഗറ്റ് ഓറിയന്റഡ് ഗ്രൂപ്പ് ബേസ്ഡ് റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റീവ് ഡെലിബറേഷൻസ്. ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് ഞാൻ ക്വസ്റ്റ്യൻ PYQs അയക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ അപ്പൊ അത് കുറച്ചും കൂടെ
കടുകട്ടി വാക്ക് വെച്ചിട്ടാണ്, സെയിം ഐഡിയാസ് തന്നെയാണ്, പക്ഷെ കടുകട്ടി വാക്ക് വെച്ചിട്ടാണ്. അപ്പോ അതൊരു വലിയ ക്വസ്റ്റൻ. അത് 2018 ഡിസംബറിൽ വന്നേക്കുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി, ഇത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവൽ ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളുടെ സ്വന്തം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ എഴുതേണ്ട ഒരു സാധനമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് has potential for creative and critical nurturing creative and critical thinking is relatively greater. ഏത് ഇതിലാണ്? അപ്പോൾ ഓപ്ഷൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ എ റിസർച്ച് കോൺഫറൻസ്, പാർട്ടിസിപ്പേഷൻ ഇൻ എ വർക്ക്ഷോപ്പ്, പ്രസന്റിംഗ് റിസർച്ച് സമ്മറി, പ്രസന്റിംഗ് എ സെമിനാർ പേപ്പർ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിയേറ്റീവും ക്രിട്ടിക്കൽ തിങ്കിങ്ങും നർച്ചർ ചെയ്യാൻ ഫാർ ഗ്രേറ്റർ ഓപ്ഷൻ എന്നുള്ളത്? അപ്പോൾ റിസർച്ച് കോൺഫറൻസ് ആണോ, വർക്ക്ഷോപ്പ് ആണോ, പ്രസന്റ് ചെയ്യുമ്പോഴാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലിപ്പോ ആൻസർ കൊടുത്തേക്കുന്ന റിസർച്ച് കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അതിലാവുമ്പോൾ കുറച്ചും കൂടി ബ്രോഡ് ആയതുകൊണ്ട് പ്രസന്റും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം, ഇന്ററാക്റ്റും ചെയ്യാം, ഷെയറിങ് ഓഫ് ഐഡിയാസ്. അപ്പൊ അതിന്റെ താഴെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് റിസർച്ച് കോൺഫറൻസ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കലായി ചിന്തിക്കാൻ പറ്റണമെങ്കിൽ ഒരു ബേസ് ഉണ്ടായിരിക്കണം, എന്താണ് ഇത് എന്നുള്ളത്. പിന്നെ in which of the following arrangements a wider spectrum of ideas and issues may be made possible? അപ്പൊ വർക്ക്ഷോപ്പിലാണോ, കോൺഫറൻസിലാണോ, സിംപോസിയത്തിലാണോ, റിസർച്ച് ആർട്ടിക്കിളിലാണോ ഒരു വൈഡർ സ്പെക്ട്രം ഓഫ് ഐഡിയാസ് വരുന്നതെന്ന്? അപ്പൊ ഇതില് കോൺഫറൻസിൽ തന്നെയാണ്, കാരണം കോൺഫറൻസ് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രോഡ് ഏരിയ ഒരു സാധനമാണ്. അപ്പൊ ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ കോൺഫറൻസ് ആണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ഇസ് ഫോർമലി പ്രിസ്ക്രൈബ്? എങ്ങനെ ഒരു റിസർച്ച് റിപ്പോർട്ട് ചെയ്യണം എന്ന് ഫോർമലി പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന എന്ത് ലെവലിലാണ്? ഡോക്ടറൽ ലെവലിലാണോ, കോൺഫറൻസിലാണോ, സിംപോസിയത്തിലാണോ, വർക്ക്ഷോപ്സ് ആൻഡ് സെമിനാർസിലാണോ? ഇപ്പൊ ഡോക്ടറൽ ലെവലിലാണ് യൂഷ്വലി സ്ട്രക്ചറലി അല്ലെങ്കിൽ ഫോർമലി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് കാണാപ്പാഠം പഠിക്കുന്ന ടൈപ്പ് ഇതല്ല, പക്ഷെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈസിലി നമുക്ക് അറ്റ്ലീസ്റ്റ് ഗസ് വർക്ക് ഇങ്ങനെ ചെയ്യാം. ലൈക്ക് എന്തായാലും ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായി ഗസ് വർക്ക് ചെയ്യാം നിങ്ങളുടെ സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് സ്ട്രോങ് ആക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു അവസാനം ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ പറയുന്ന ഫസ്റ്റ് 2 സെഷൻസിലുള്ള ആ ടോപ്പിക്സ് ഇനി വരാൻ പോകുന്ന ഒരു സെഷൻ ഉണ്ട്. ഫസ്റ്റ് 3 സെഷൻസിന്റെ 1, 2 and 4 നമ്മുടെ ഒരു ഇതിൽ 1, 2 and 4 സെഷൻസിന്റെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇഫ് യു വാണ്ട് ടു സ്കോർ മാർക്സ്. പക്ഷെ ഇത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ടോപ്പിക്കും ICT അനറ്റിക്സ് വിട്ട് കളഞ്ഞാൽ നിങ്ങളുടെ വെറുതെ ആ കിട്ടുന്ന ഒരു 5 ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് വെറുതെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതായിരിക്കും നിങ്ങളും JRF തമ്മിലുള്ള വ്യത്യാസം വരുത്തുന്നത്. അപ്പൊ അതങ്ങനെ കളയണ്ട. ജസ്റ്റ് ഇപ്പൊ ആണെങ്കിലും നിങ്ങൾ ഇനി ഇത് റിവൈസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇന്ന് നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് വെക്കുക, സ്ട്രോങ് ആക്കി വെക്കുക. ഇതിനെ പറ്റിയ കുറച്ച് PYQs പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് മതിയാവും നിങ്ങൾക്ക്. സോ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. 10:50. നിങ്ങളും ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കാണ്, പേപ്പർ 2 ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പേപ്പർ 2 ഫോക്കസ് ചെയ്യുക. സ്വന്തം സബ്ജക്റ്റ് ആണെന്ന് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കരുത്. പേപ്പർ 1 അതിൻ്റെതായ ഇപ്പൊ കുറെ നിങ്ങൾക്ക് ലെക്ചേഴ്സ് വരുന്നുണ്ട് അടുപ്പിച്ച്. സോ എല്ലാത്തിലും ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിന് മാത്രമല്ല, ഇപ്പൊ ഇന്നലത്തെ ക്ലാസ്സസിന് ഞാനിപ്പോ റിവൈസ് ചെയ്ത് അയച്ചെന്ന PYQസിന്റെ ആൻസേഴ്സിലും എല്ലാവരും ചെക്ക് ചെയ്യുക ഓക്കെ ആണോ അങ്ങനെ ആൻസേഴ്സ് അയക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കും കൺഫ്യൂഷൻ വരുത്തണ്ട. കാരണം എപ്പോഴും ഞാൻ എവിടെന്നെങ്കിലൊക്കെ എടുക്കുന്ന ആൻസർ കീസ് ആണ്, അപ്പൊ വരുന്ന ഇഷ്യൂസ് ആണ് നമ്മുടെ മിസ്മാച്ചില്. അപ്പൊ ആൻസേഴ്സ് തന്നെ തരുമ്പോ വലിയ ഇഷ്യൂ വരുന്നില്ല. അതിലും എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. അങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ അപ്പൊ മാക്സിമം ഒരു 1 hourനുള്ളിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇനി ഫുൾ PYQs വേണമെങ്കിൽ ലാസ്റ്റ് 10 yearsന്റെ അപ്പൊ 2015 തൊട്ട് ലാസ്റ്റ് ഒരു 2024 വരെയുള്ള എല്ലാ PYQസും എൻ്റെ കയ്യിലുണ്ട്. ജനറൽ പേപ്പറുടെ എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ. അപ്പൊ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പൊ അതില് അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ അതും ഉണ്ട് ആക്ച്വലി എൻ്റെ അടുത്ത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കുറച്ച് വലിയ ഫയലാണത്.
കുറച്ച് വലിയ ഫയലുകളാണത്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾ എന്നെ പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ അയച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് ഇമെയിൽ ചെയ്യാം. എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾക്ക് അടുപ്പിച്ച് അത് ചെയ്താൽ മതി. അത് തന്നെ ചില വർഷത്തില് 2 തവണ, ലൈക് ചില ഇതിൽ കോവിഡിന്റെ സമയത്ത് ആകെ 1 തവണ വെച്ചൊക്കെ നടത്തിയിട്ടുള്ളൂ, 2 സെഷൻസ് ഒക്കെ കമ്പൈൻ ചെയ്ത്. പക്ഷെ കുറെ പേപ്പേഴ്സ് ഉണ്ട്, കുറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ജനറൽ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു 10, 15, 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 1 ഇയറിൽ നിങ്ങൾക്ക് കിട്ടും. ചില ഇയറിൽ അതിന്റെ ഡബിൾ ഉണ്ടാകും. സോ 100-200 പേജിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഒരു വർഷം ഉള്ളത്. സോ നിങ്ങൾ എന്തായാലും വേണമെങ്കിൽ എന്നെ ടെക്സ്റ്റ് ചെയ്യുക. പ്രിപ്പയർ വെൽ. നമുക്ക് അടുത്ത സെഷൻ എന്തായാലും കുറച്ച് കാര്യമായി കവർ ചെയ്യാനുണ്ട്, സ്റ്റെപ്സ് ഓഫ് റീസെർച്ച്. അതും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറേം കൂടെ ഒരു ഹോൾഡ് ആകും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്തിക്സും ICT മാത്രം ഡിസ്കസ് ചെയ്യാറുള്ളൂ. ICT ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്, ICT റിസർച്ച്. നമുക്കത് നോക്കാം. താങ്ക് യു സോ മച്ച് ക്ലാസ്സസിന് വരുന്നതിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനൊക്കെ. സോ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ അതിന് മുന്നേ ബ്രേക്ക് എടുത്തോ. നെക്സ്റ്റ് ക്ലാസ് എന്തായാലും 11 o'clock സ്റ്റാർട്ട് ആവുമല്ലോ. സോ നിങ്ങൾ എന്തായാലും ബ്രേക്ക് എടുത്തോ. താങ്ക് യു സോ മച്ച്. റെക്കോർഡിംഗ് അത് നിർത്താം. ഓക്കെ, താങ്ക് യു.